എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചല്ല. അതായത് ഫോറക്സ് മാർക്കറ്റിലെ കറൻസി പെയേഴ്സിൽ നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റിയ കറൻസി പെയേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുമ്പ് കറൻസി പെയേഴ്സ് ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് എക്സ്നെസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ മിനിമം നമുക്ക് $10 വെച്ച് നമുക്ക് എന്താ പറയുക ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ലിവറേജ് എന്ന് പറയുന്നത് 1000 അല്ലെങ്കിൽ 2000 അൺലിമിറ്റഡ് എന്ന രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. എന്ന് കരുതി നിങ്ങളിട്ട ഈ ഒരു $10 എന്ന് പറയുന്ന ആ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ടിന് ഏറ്റവും ഹയസ്റ്റ് ലോട്ട് സൈസ് എന്ന രീതിയിൽ നിങ്ങൾ എടുക്കാതിരിക്കുക. നമ്മളിവിടെ പറയുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള 0.01 എന്ന് പറയുന്ന ലോട്ട് സൈസ് മാത്രമാണ് എടുക്കേണ്ടത്. അതിൽ കൂടുതൽ ഒരിക്കലും എടുക്കരുത്. ഓക്കെ, 0.02 എന്ന് പറയുന്ന ലോട്ട് സൈസ് എടുക്കേണ്ടത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ അറൗണ്ട് $200 അല്ലെങ്കിൽ ഒരു $300 അതിൻ്റെ അബോവ് വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ 0.02 എന്ന് പറയുന്ന ലോട്ട് സൈസ് എടുക്കേണ്ടത്. ഓക്കെ, വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ട്രേഡ് പ്ലേസ് ചെയ്യാതിരിക്കുക. ഒരൊറ്റ ട്രേഡ് അത് പ്രോഫിറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ലോസ് ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. കറൻസി പെയേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആവറേജ് ചെയ്യും തോറും നമ്മുടെ ക്യാപിറ്റൽ 0ലേക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എക്സിറ്റ് ആയി പോകും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒരു ട്രേഡ് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എന്താ പറയുക സ്വിംഗ് ട്രേഡിംഗ് എന്ന രീതിയിൽ ഒരു 4 അവർ ചാർട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ 1 ഡേ ചാർട്ട് നോക്കിയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു എൻട്രി എടുത്തു, നമുക്ക് $10 നമ്മുടെ കയ്യിൽ ക്യാപിറ്റലായിട്ടുള്ളത്. സോ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് $20 $30 എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് $11 അല്ലെങ്കിൽ $12 ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യുക. ഓക്കെ, $11 അതിപ്പോൾ ഒരു ദിവസമായാലും ശരി, 4 ദിവസം, ഒരാഴ്ച കഴിഞ്ഞാലും ശരി, ആ $11 അല്ലെങ്കിൽ $12 കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങൾ ട്രേഡ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ചെറിയ പ്രോഫിറ്റുകൾ എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ $1 കിട്ടിയില്ല, 50 സെൻറ്റോ അല്ലെങ്കിൽ 70 സെൻറ്റ് പ്രോഫിറ്റ് എന്ന രീതിയിൽ കാണുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. ഓക്കെ, വൺസ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $10 എന്നുള്ളത് $12 കൺവേർട്ട് ചെയ്യുക. $12 പിന്നെ $15 ആക്കുക. അതിനുശേഷം അതിനെ $18 ആക്കുക, പിന്നെ 20 ആക്കുക, പിന്നെ 22 ആക്കുക, പിന്നെ 25 ആക്കുക. അങ്ങനെ ചെറിയ പ്രോഫിറ്റുകളിലൂടെ കുറച്ച് ഒരു 3 months 4 months ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ $10 എന്നുള്ളത് $50 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, പ്രോഫിറ്റ് പെട്ടെന്ന് നമ്മളൊരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ, കറക്റ്റായിട്ടുള്ളൊരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ പറയുന്ന ചെറിയ ഈ 50 സെൻറ്റ് അല്ലെങ്കിൽ $1 എന്ന് പറയുന്നത് ഒരുപക്ഷെ 30 രൂപ 40 രൂപ ഇന്ത്യൻ മണി ആയിട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ ഒരു ഈ 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഭൂരിഭാഗം പേര്. സോ ഈ ഒരു ചെറിയൊരു ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്നവർ മാക്സിമം $1 അല്ലെങ്കിൽ 50 സെൻറ്റോ 70 സെൻറ്റോ ഈ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്താ പറയുക കറൻസി പെയേഴ്സ്, ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ കറൻസി പെയേഴ്സ് ഏതാണെന്ന് വെച്ചാൽ 1-2 ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ കറൻസി പെയർ എന്ന് പറയുന്നത് NSD USD എന്ന് പറയുന്ന ന്യൂസിലൻഡ് USD കറൻസി പെയറാണ്. ഓക്കെ, ഇത് വന്നിട്ട് ഇപ്പോൾ ഏപ്രിലിൽ ഒരു അപ് ട്രെൻഡ് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഫെബ്രുവരി തൊട്ട് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് നൽകുന്നുണ്ട്. ഓക്കെ, മുകളിലേക്ക് ഇതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻസി പെയർ ആയതുകൊണ്ട് ആ കറൻസിയുടെ ഏറ്റവും ഒരു ഡിസ്കൗണ്ട് ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, പ്രീമിയം ഡിസ്കൗണ്ട് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ പോലും നല്ലൊരു ഡിസ്കൗണ്ട് ലെവലിലാണ് വന്ന് നിൽക്കുന്നത്. മന്ത്ലി ക്യാൻഡിൽ ഡിസ്കൗണ്ട് ലെവലിൻ്റെ താഴെയാണ് വന്ന് നിൽക്കുന്നത്. സോ ഇത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കറൻസി പെയറാണ്. ഓക്കെ, ഇതിൻ്റെ 4 അവർ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏപ്രിലിൽ നല്ല രീതിയിൽ തന്നെ ഒരു അപ് ട്രെൻഡ് എന്ന രീതിയിലേക്ക് കയറിയിട്ട് തിരിച്ച് ആ OBയിലേക്ക് മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇനിയും മുകളിലേക്ക് കയറാനുള്ള പോസിബിലിറ്റി തന്നെയാണ് കാണുന്നത്. ഓക്കെ, കറൻസി പെയറിൽ നമ്മൾ മാക്സിമം 0.01 എന്ന് പറയുന്ന ലോട്ട് ഇട്ടാൽ മാത്രം മതി. ഓക്കെ, ഏകദേശം ഒരു $200 അല്ലെങ്കിൽ $300 മുകളിലുള്ളവർക്ക് മാത്രം, ക്യാപിറ്റലുള്ളവർക്ക് മാത്രം 0.02 എന്ന് പറയുന്ന ലോട്ട് ഇടുന്നതായിരിക്കും ഉചിതം. ഞാൻ അതിന് മുമ്പ് പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോട്ട് സൈസ് എങ്ങനെ നോക്കണം എന്നുള്ളത്. ഇത് നമ്മൾ എന്താ പറയുക സ്വിംഗ് ട്രേഡിംഗ് എന്ന രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് ലോങ് ടേമിലേക്ക് നമ്മൾ ക്യാപിറ്റൽ എന്താ പറയുക ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ആൻഡ് നിങ്ങൾ ഈ ഒരു $10 ഇട്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ $20 ഇട്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ, ഈ $10 എന്ന് പറയുന്നത് ഏകദേശം 800 രൂപ 850 രൂപയേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ 1000 രൂപയിൽ താഴെ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാതിരിക്കുക.
ഓക്കെ, ഇത് പ്രോഫിറ്റ് വിഡ്രോ ചെയ്യാതെ ഇതിൽ അക്യുമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം $10 എന്നുള്ളത് $100 എത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. ചെറിയ പ്രോഫിറ്റുകൾ എടുത്ത് അതിനെ അക്യുമുലേറ്റ് ചെയ്ത് വിഡ്രോ ചെയ്യാതെ ആ ഒരു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ NSD/USD എന്ന് പറയുന്ന കറൻസി പെയറാണ് ഇപ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്നത്. മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസവും, അതായത് ജനുവരി തൊട്ട് മാർക്കറ്റ് പതിയെ കയറാനുള്ളൊരു പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഒരു കറൻസി പെയർ എന്ന് പറയുന്നത് EUR/USD എന്ന് പറയുന്ന കറൻസി പെയറാണ്. ഇതും മന്ത്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒരു ഡൗണിന് ശേഷം മാർക്കറ്റ് തിരിച്ച് ആ ഒരു ഡിസ്കൗണ്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് കയറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയുള്ള എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഡിസ്കൗണ്ട് ലെവലിലേക്ക് മാർക്കറ്റ് എത്തി അവിടെ നിന്ന് തിരിച്ച് പതിയെ മാർക്കറ്റ് മുകളിലേക്ക് കയറുന്ന പോലെ കാട്ടി ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഓക്കെ, ഇവിടെയുള്ള ഓർഡേഴ്സ് മൊത്തം ഇവിടെയുള്ള ലോങ് ഓർഡേഴ്സ് മൊത്തം ഇൻഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇവിടെയുള്ള ഒരു FEGയിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അവിടെ നിന്ന് കയറുന്നുണ്ട്. ഓക്കെ, ഇതൊരു മന്ത്ലി ക്യാൻഡിലാണ്. സോ പതിയെ കയറുള്ളൂ, വെയിറ്റ് ചെയ്യണം, ക്ഷമയോടുകൂടി നിങ്ങൾ ട്രേഡ് പ്ലേസ് ചെയ്യണം. ഓക്കെ, EUR/USDയിൽ അതുപോലെ GBP/USDയിലൊക്കെ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് മറ്റുള്ള കറൻസി പെയർസ് പോലെ ഇവിടെ പെട്ടെന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, കാരണം അതിൻ്റെ പിപ്പിൻ്റെ മൂവ്മെൻറ്റ് അത്രയും ഫാസ്റ്റാണ്. ഓക്കെ, ഗോൾഡിൻ്റെ ഏകദേശം ഒരു ഹാഫ് പോർഷൻ എന്ന രീതിയിലാണ് ഈ EUR/USD ഒക്കെ ആ ഒരു പിപ്പ് മൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ല എന്നുള്ളവർ ന്യൂസിലൻഡ് USD ഇട്ടിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരു $50 ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ $20 to $30 ഉണ്ടെങ്കിൽ മാത്രം EUR/USDയിൽ കറക്റ്റായിട്ടുള്ള എൻട്രി എടുക്കാൻ നോക്കുക. ഓക്കെ, ഇതിപ്പോൾ വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പതിയെ വീണ്ടും കയറുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ബീറിഷ് ഓർഡർ ബ്ലോക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. ബട്ട് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുന്ന സമയത്ത് ഈ ബീറിഷ് ഓർഡർ ബ്ലോക്ക് ഒക്കെ കട്ട് ചെയ്ത് കയറിപ്പോയുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, സോ 0.01 എന്ന് പറയുന്ന ലോട്ട് ഇട്ടിട്ട് ട്രേഡ് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഈ ഒരു മന്ത് ഇപ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരു എന്താ പറയുക 15 days to 20 days ഹോൾഡ് ചെയ്താൽ നല്ല രീതിയിൽ തന്നെ ഒരു പ്രോഫിറ്റ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈ രണ്ട് കറൻസി പെയേഴ്സാണ് ഇപ്പോൾ ബൈ ചെയ്യുന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്നത്. ബാക്കിയുള്ള കറൻസി പെയേഴ്സ് ഞാൻ നോക്കിയിട്ടില്ല. ഇപ്പോൾ കുറച്ച് നോക്കിയതിൽ ഇത് രണ്ടെണ്ണമാണ് കറക്റ്റായിട്ട് ഒരു എൻട്രി ലെവലിൽ നിൽക്കുന്നത്. ഓക്കെ, ഈ ഏപ്രിലിൽ നല്ലൊരു രീതിയിൽ തന്നെ ഒരു മൂവ്മെൻറ്റ് ഈ രണ്ട് കറൻസി പെയേഴ്സ് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയ ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ, അടുത്ത വീഡിയോസിലും ഈ പറയുന്ന പോലെ കറൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.